ഒന്നുകൂടെ കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞേ. കേൾക്കുന്ന ഒന്നുകൂടെ അറിയണമല്ലോ. ഹവ്വ മനശ്ശയോടും അവൻ്റെ ജനത്തോട് സംസാരിച്ചു. ഒരു വട്ടമല്ല, പലവട്ടം. പക്ഷെ അവൻ മൈൻഡ് ചെയ്തില്ല. അവിടെ ദൈവം അശൂർ രാജാവിൻ്റെ പടയാളി അവൻ്റെ നേരെ അയച്ചു. കൊളുത്തുകളാൽ ബന്ധിച്ച് ബാബിലേക്ക് കൊണ്ടുപോയി. കഷ്ടത്തിലായപ്പോൾ തന്നെ താൻ താഴ്ത്തി. ഹവ്വ തന്നെ ദൈവമെന്ന് ബോധ്യമായി. ഒരു കാര്യം ആരംഭത്തിന് ഞാൻ പറയാം. മക്കളെ, കരയാത്തവരെ കരയിപ്പിക്കാൻ ദൈവത്തിനറിയാം. പ്രാർത്ഥിക്കാത്തവനെ പ്രാർത്ഥിപ്പിക്കാൻ ദൈവത്തിനറിയാം. മോളോട്ട് നോക്കാത്തവനെ നോക്കിക്കാൻ ദൈവത്തിനറിയാം. എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കിടന്നുറങ്ങിയാൽ, എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ തനിയെ ഇരുന്ന് കരയേണ്ടി വരും. ഇന്ന് നിന്റെ മക്കളെ ഓർത്ത് കരഞ്ഞില്ലെങ്കിൽ നാളെ അവരെ ചൊല്ലി കരയേണ്ടി വരും. എന്നാൽ നീ പ്രാർത്ഥിക്കുന്ന ദൈവപൈതലെങ്കിൽ, ആരാധിക്കുന്ന ദൈവപൈതലെങ്കിൽ, നിന്റെ ഭാരമേറിയ വിഷയത്തിൽ നിനക്ക് കരയാൻ വയ്യാതെ വരുമ്പോൾ, നിനക്ക് പ്രാർത്ഥിക്കാൻ വയ്യാതെ വരുമ്പോൾ, നീ ആയുസ്സിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ചിലരെ നിനക്കായി പ്രാർത്ഥിക്കാൻ ദൈവം എഴുന്നേൽപ്പിക്കും. തുറന്ന മക്കളെ, കരമടിച്ചോ, ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ സ്തുതിക്ക്. നീ കരയുന്ന ദൈവപൈതലെങ്കിൽ, നിന്റെ ഭാരമേറിയ വിഷയത്തിൽ നിനക്ക് കരയാൻ വയ്യാതെ വരുമ്പോൾ, പ്രാർത്ഥിക്കാൻ വയ്യാതെ വരുമ്പോൾ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചിലരെ നിനക്കായി കരയാൻ ദൈവം എഴുന്നേൽപ്പിക്കും. ദാനിയേൽ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അവൻ്റെ ഭാര്യമേറിയ വിഷയത്തിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടിയിരുന്നത് ശദ്രക്, മേശക്, അബേദ്നെഗോ അവരായിരുന്നു. അവരിവിടെ കാണുന്നില്ല. ഏതെങ്കിലും ഔദ്യോഗിക ആവശ്യം പോയതായിരിക്കാം. പക്ഷെ അന്ന് രാത്രിയിൽ ഒരുവൻ്റെ ഉറക്കം ദൈവം കെടുത്തി. രാജ്യം ഭരിക്കുന്ന രാജാവിൻ്റെ അവൻ ഉണർന്നു, ഇരുന്ന് കരഞ്ഞു, പ്രാർത്ഥിച്ചു. നീ കരയുന്നവനെങ്കിൽ ആരെയെങ്കിലും ദൈവം നിനക്കായി ഒരുക്കും. കഴിഞ്ഞിടത്തോടത്തോ ഞാൻ പ്രസംഗിച്ചവൻ പറഞ്ഞു, അരികെ നിൽക്കുന്നവൻ സഹായിച്ചില്ലെങ്കിലും അകലെ നിന്ന് ദൈവം നിനക്ക് സഹായം എത്തിക്കും. നിന്റെ കൂടെ നിൽക്കുന്നവൻ, നിന്റെ കൂടെ നിൽക്കണം. കരമടിക്ക് മക്കളെ. അന്യഭാഷ സ്തോത്രം പറ. കൂടെ നിന്നവൻ, കൂടെ നിൽക്കേണ്ടവൻ, അരികെ നിന്നവൻ സഹായിച്ചില്ലെങ്കിലും നിനക്ക് വേണ്ടി അകലെ നിന്ന് ദൈവ സഹായം എത്തിക്കും. സമയ ചുരുക്കമാണ്. ഹവ്വ മനശ്ശയോടും സംസാരിച്ചു. പലവട്ടം സംസാരിച്ചു, കേട്ടില്ല. ആരാണ് ഈ മനശ്ശ? 33 അധ്യായം വായിക്കുക. 1-ാം വാക്യം, 33:1. മനശ്ശയെ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 12 വയസ്സായിരുന്നു. വായിച്ചു. അവൻ 55 സംവത്സരം യെരൂശലേമിൽ വാണു. യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ മ്ലേച്ഛത പോലെ അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അടുത്തത്, അവൻ തന്റെ അപ്പനായ ഹിസ്കിയാവ് ഇടിച്ചു കളഞ്ഞ പൂജാഗിരികളെ വീണ്ടും പണിതു. ആരെയാണ് മനശ്ശ? തുടക്കം ഇങ്ങനെയാണ്. മനശ്ശയെ വാഴ്ച തുടങ്ങിയപ്പോൾ എത്ര വയസ്സാ? 12. എന്നെ നോക്ക്. 12ാമത്തെ വയസ്സിൽ രാജാവായവനായിരുന്നു മനശ്ശ. 12ാമത്തെ വയസ്സിൽ രാജാവാകുമെന്ന് പറഞ്ഞാൽ എന്നെ എല്ലാവരും നോക്കിയിരിക്കണം കേട്ടോ. എൻ്റെ അർത്ഥം, മറ്റു പലർക്കും ലഭിക്കാത്ത നന്മയാണ് ദൈവന് കൊടുത്തത്. ഈ രാത്രിയിൽ ഇവിടെ ആരാധിക്കുന്ന ദൈവകുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാരെ, മറ്റു പലർക്കും ലഭിക്കാത്ത നന്മയാണ് ദൈവം നമുക്ക് തന്നത്. ഞങ്ങൾ ഇന്നലെ ഒരു ഹൗസ് ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു. അവിടെ ഞാൻ പറഞ്ഞൊരു കാര്യം പറയാം. ഇങ്ങോട്ട് നോക്കിയേ, നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം. നാട്ടിൽ ചെല്ലുമ്പോൾ ഒരു ബോംബെ വരെയോ പാലക്കാട് വരെയോ കോയമ്പത്തൂർ വരെയോ ട്രെയിനിലൊന്ന് പോകണം. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ റെയിൽവേ പുറമ്പോക്കിൽ കാണാം. അവിടെ കുടിൽ കെട്ടി 100 കണക്കിന് ആളുകൾ പാർക്കുന്നത് കാണാം. അവിടെ വിവാഹവും ഹണിമൂണും എല്ലാം അതിനകത്താണ്. ട്രെയിനകത്ത് നിങ്ങൾ ചവിട്ടിക്കയറി അഴുക്കുകൾ തൂത്തുവാരുന്ന ചെറുപ്പക്കാരെ കാണാം, കുഞ്ഞുങ്ങളെ കാണാം, അഴുക്കായ വസ്ത്രം ധരിച്ചവരെ കാണാം, വയറ്റത്തടിച്ച് പാടുന്നവരെ കാണാം. ഒരു നേരത്തെ ആഹാരത്തിനായി ഹോട്ടലുകളുടെ വേസ്റ്റ് കൂണിൽ നിന്ന് വാരിയിട്ട് തിന്നുന്ന ചെറുപ്പക്കാരെ കാണാം. ബസ് സ്റ്റാൻഡിൽ ഉറങ്ങുന്നവരെ കാണാം. റെയിൽവേ സ്റ്റേഷനിൽ കിടക്കുന്നവരെ കാണാം. റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഉറങ്ങുന്നവരെ കാണാം. നവാപൂർ കൺവെൻഷൻ പ്രസംഗിക്കാനായി ഞാൻ പോയപ്പോൾ കണ്ട കാര്യം ഞാൻ പറഞ്ഞു. 1:30 മണി രാത്രി ഞാൻ ബോംബെയിൽ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങി. അടുത്ത രാവിലെ 5 മണിക്കേ ഉള്ളൂ. പിന്നെ ട്രെയിന് പോകണം. എൻ്റെ ഒരു സ്നേഹിതനെ ക്ഷണിക്കാൻ വന്നു. കാറിൽ കയറി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ
ബോംബെ എയർപോർട്ടിൽ നിന്നുള്ളൊരു റോഡിലൂടെ പോകുമ്പോൾ 2 വശവും 100 കണക്കിന് ആളുകൾ കിടന്നുറങ്ങുന്നു. ആ രാത്രി 1:30 മണിക്ക് ഒരു പെരുമഴ പെയ്തു. അവിടെ കിടന്ന ജനം കാളയെ പോലെ കിടന്ന് നനയുന്നു, പോത്തിനെ പോലെ. കാരണം എന്നാ? അവർക്ക് പോകാനൊരിടമില്ല. മകളെ, രാത്രി 2 മണിക്ക് നീ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു കുടം വെള്ളം നിന്റെ തലയിൽ ഒഴിച്ചാൽ അവസ്ഥ എന്നാ? ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണേ. എന്തുകൊണ്ട് നീയും ഞാനും റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഉറങ്ങുന്നവനായി മാറിയില്ല? എന്തുകൊണ്ട് നിങ്ങളും ഞാനും ഒരു നേരത്തെ ആഹാരത്തിന് വേസ്റ്റ് കൂടെ ഇന്ന് വലിച്ചു വാരി തിന്നുന്നവനായില്ല? എന്തുകൊണ്ട് കുഞ്ഞുങ്ങളെ വയറ്റത്തടിച്ച് പാടുന്നവനായി നീ മാറിയില്ല? നീ എന്തുകൊണ്ട് അവിടെ ജനിച്ചില്ല? അവർ നിന്നേക്കാ ദോഷികളായിട്ടാണോ? ഈ രാത്രി നീയും നിന്റെ തലമുറ അനുഭവിക്കുന്ന സകല നന്മയ്ക്കും ഒരു പേരുണ്ട്. അതിൻ്റെ പേരാണ് കൃപ. അതിൻ്റെ പേരാണ് ഗ്രേസ്. കയ്യൊന്ന് ഉയർത്തി പാട്ടി പറ, കൃപ 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 കൃപ. കയ്യൊന്ന് അടിച്ചോണ്ട് പറ, കൃപ. ഞാൻ അനുഭവിക്കുന്ന നന്മ കൃപ. അർഹതയില്ലാത്ത ദൈവത്തിൻ്റെ ദാനം. മക്കളെ, കൃപയാ. സ്നേഹിക്കുന്നൊരപ്പനെ കിട്ടിയെങ്കിൽ, പ്രാർത്ഥിക്കുന്നൊരമ്മയെ കിട്ടിയെങ്കിൽ, നല്ലൊരു സഭ കിട്ടിയെങ്കിൽ, 13 നേരം കഴിക്കാൻ കിട്ടിയെങ്കിൽ കൃപയാ. ശക്തിയോടെ കരമടിച്ചേ, സ്തോത്രം പറഞ്ഞേ, കൃപയെന്ന് പറ, കൃപയെന്ന് പറ. ഇതുവരെ അനങ്ങാത്തവനകത്തിരിപ്പുണ്ട്. കൃപ. അഹങ്കരിക്കരുത്. കൃപ 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 കൃപ. അല്ല എന്താ? വല്ലപ്പോഴും ഓർക്കണം, ഞാൻ എന്താ അവിടെ ജനിക്കാഞ്ഞെന്ന്. കൃപ അല്ല എന്നാ? നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്താണെന്നാണ് നിങ്ങൾ ധരിക്കുന്നത്? BSc നേഴ്സ് ആകാൻ കഴിഞ്ഞതാണോ? ഡോക്ടറാകാൻ കഴിഞ്ഞതാണോ? എഞ്ചിനീയർ ആകാൻ കഴിഞ്ഞതാണോ? ഷാർജയെ വരാൻ കഴിഞ്ഞതാണോ? അല്ല മക്കളെ, ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം ഒരു ദൈവ പൈതലാകാൻ കഴിഞ്ഞതാണ്. അന്തസ്സുണ്ടേ, സ്തോത്രം പറ. അതെങ്ങനായി? കൃപ അല്ലേ? കൽദേ പട്ടണത്ത് എത്ര അബ്രഹാമാരുണ്ടായിരുന്നു? ഒരബ്രഹാമിനെ ദൈവം വിളിച്ചതിൻ്റെ പേരാണ് കൃപ. തർസോസിൽ എത്ര ശൗലുമാരുണ്ടായിരുന്നു? ഒരുവനെ ദൈവം വിളിച്ചു, അവൻ്റെ പേരാണ് കൃപ. ഞങ്ങളുടെ നാട്ടിൽ എത്രയോ എന്നെ കമ്മിടുക്കന്മാരുണ്ടായിരുന്നു, എന്നെ ദൈവം വിളിച്ചു, എൻ്റെ പേരാ കൃപ. നിന്റെ ബന്ധുക്കൾ പലരും കണ്ണുണ്ടെങ്കിലും കാണാത്ത, ചെവിയുണ്ടെങ്കിലും കേൾക്കാത്ത, വായുണ്ടെങ്കിലും സംസാരിക്കാത്ത ദൈവങ്ങളുടെ മുമ്പിൽ വീണ് കരയുമ്പോൾ, ഹല്ലേലൂയ, നീ കരഞ്ഞാൽ ഇറങ്ങി വരുന്ന, നീ നിലവിളിച്ചാൽ നിന്നോട് ഇടപെടുന്ന ജീവനുള്ള സത്യ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നിന്നെ വിളിച്ചു. അതിന്റെ പേരാണ് കൃപ. നമ്മുടെ ബന്ധുജനങ്ങൾ പലരും ആൾത്താരയ്ക്ക് മുമ്പിൽ നിന്ന് അക്ഷരത്തിന്റെ പഴക്കത്തിൽ ആരാധന എന്ന പ്രഹസനം നടത്തുമ്പോൾ, അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നിന്നെ തെരഞ്ഞെടുത്തു. അതിന്റെ പേരാണ് കൃപ. കൈയടിച്ച് ദൈവത്തെ ആരാധിച്ച കുഞ്ഞെ, കൃപ കൃപ. ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചു, ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവത്തെ ആരാധിച്ചു. മക്കളെല്ലാം കരമടിച്ച് ദൈവത്തെ ആരാധിക്ക. കൃപ കൃപ കൃപ. ഞാൻ കഴിഞ്ഞ നമ്മുടെ കേരള സ്റ്റേറ്റിൻ്റെ IPC PIPയുടെ ക്യാമ്പിൽ ഞാനും നമ്മുടെ വിൽസൺ ജോസഫ് പാസ്റ്ററാണ്. അദ്ദേഹം ആദ്യം സംസാരിച്ച ശേഷമാണ് ഞാൻ സംസാരിക്കുന്നത്. പിള്ളേർ ഇടച്ച് കയറി വരുമായിരുന്നു, ഒടിച്ച് കയറി. നിങ്ങൾ കണ്ടു കാണും, ഭയങ്കര റിവൈവൽ ആ യോഗം. അവിടെ ഞാൻ പറഞ്ഞത് പലയിടത്തും ഇതിനകത്ത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, മക്കളെ, ഈ 50 രൂപ കൊടുത്ത ഒരു നോട്ട്ബുക്ക് കിട്ടും. 50 രൂപ കേരളത്തിൽ. നീ 70,000-ൻ്റെ ലാപ്ടോപ്പും 50,000-ൻ്റെ ടാബും 1,00,000-ൻ്റെ ഫോണും ഉപയോഗിക്കുമ്പോൾ ഓർത്തോണം, 50 രൂപയുടെ ഒരു ബുക്ക് വാങ്ങാൻ കാശില്ലാത്ത 10,000 കേരളത്തിലുണ്ട്. നീ അവിടെ ജനിക്കാൻ എന്താ? വല്ല അനുഭവിക്കുന്നെങ്കിൽ കൃപയാണെന്ന് ഓർത്തോണം. ദൈവസനം വന്ന് അഹങ്കരിക്കരുത്, നിഗളിക്കരുത്, പൊടിയോളം വീണോണം. കൈയൊന്ന് അടിച്ചോ. ഞാൻ നോക്കുക, ഇനി കൈ അടിക്കുമെന്ന് അറിയണമല്ലോ.
വാതറനാട്ട് കരമടിച്ച് ശക്തിയോടെ അന്യഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്ത കൃപയെന്ന് പറ. കൃപ 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 കൃപ. പക്ഷേ മറ്റു പലർക്കും ലഭിക്കാത്ത നന്മ ലഭിച്ച മനശ്ശെ മറ്റു പലരെക്കാളും പാപം ചെയ്തു. അവൻ്റെ അപ്പൻ്റെ പ്രവൃത്തി ഇല്ലാതാക്കി. അവിടെ ഇരുന്ന് താഴോട്ടുണ്ട്. നമ്മളെ വായിച്ച സംഖ്യാപുസ്തകം 2:10 2 വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചാട്ട്. സംഖ്യാപുസ്തകം 2:10. അങ്ങനെ ആ തലമുറയൊക്കെയും പെട്ടെന്ന് വായിച്ചാട്ട്. ജഡ്ജസ് ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം. ന്യായാധിപന്മാർ 2:10. ആരെങ്കിലും എടുത്ത് വായിക്കേ. അങ്ങനെ ആ തലമുറയൊക്കെയും തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു. അങ്ങനെ പിന്നെ ആ തലമുറയൊക്കെയും തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു. അവരുടെ ശേഷം യഹോവയെയും അവൻ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെയും അറിയാത്ത വേറൊരു തലമുറ. അങ്ങനെ ആ തലമുറയൊക്കെയും പിതാക്കന്മാരോട് ചേർന്നു, ദൈവത്തിൽ ചേർന്നു. പക്ഷെ ആ തലമുറയ്ക്ക് ശേഷം വായിച്ച മോളെ, യഹോവയെയും അവൻ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തി അറിയാത്ത വേറൊരു തലമുറയുണ്ടായി. ഷാർജ IPC വർഷിപ്പ് സെന്ററിൽ ആരാധിക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, നിനക്ക് ശേഷം ദൈവം നിനക്ക് നൽകിയ നന്മയറിയാത്തൊരു തലമുറ നിന്റെ വീട്ടിൽ വളർന്നു വരരുത്. മക്കളെ പഠിപ്പിക്കണം. മക്കളെ, ദൈവത്തിൻ്റെ നന്മയാണ് നമ്മൾ അനുഭവിക്കുന്നത്. എല്ലാ വാതിലും അടയപ്പെട്ടപ്പോൾ നിന്റെ കണ്ണുനീർ കണ്ട് ദൈവം തുറന്നുറവയിൽ നിന്നാണ് നീയും നിന്റെ തലമുറയും കുടിക്കുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകം 32:24 സെക്കൻഡ് ക്രോണിക്കിൾസ് 32:24. മനശ്ശെയുടെ അപ്പനെ കുറിച്ച് പറയുന്നൊരു പദമുണ്ട്. 24 പെട്ടെന്ന് വായിച്ചേ. ആ കാലത്ത് ഹിസ്കിയാവിന് മരണകരമായ ദീനം പിടിച്ചു. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു. അതിന് അവൻ ഉത്തരമരുളി ഒരു അടയാളം കൊടുത്തു. എന്നാൽ ഹിസ്കിയാവ് തനിക്ക് ലഭിച്ച ഉപകാരത്തിന് അടുത്തവണ്ണം നടക്കാതെ നിഗളിക്കരുത് കേട്ടോ. മറ്റാർക്കും ലഭിക്കാത്ത നന്മയാ നിനക്ക് കിട്ടിയത്. വീടുണ്ടെങ്കിൽ, കാറുണ്ടെങ്കിൽ, ജോലിയുണ്ടെങ്കിൽ മറ്റു പലർക്കും ലഭിക്കാത്ത നന്മയാ. ഉപകാരത്തിനൊത്തവണ്ണം നടന്നോണം. ആരാ ഹിസ്കിയാവ്? മനശ്ശെയുടെ അപ്പൻ, വലിയ പ്രവാചകനായി. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. യെശയ്യാവിനോട് തമ്പുരാൻ പറഞ്ഞു, നീ ചെന്ന് പറ, നീ കയറിക്കിടക്കുന്ന കട്ടിൽ നിന്ന് ഇറങ്ങാതെ മരിക്കും. ഏതോ ദിവസം വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും ഉണ്ട്. കൊട്ടാരത്തിനുള്ളിലേക്ക് പാഞ്ഞു ചെന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, നീ കയറിക്കിടക്കുന്ന കട്ടിൽ നിന്ന് ഇറങ്ങാതെ നീ മരിക്കും. പ്രവാചകൻ കൊട്ടാരം വിട്ട് പോകും മുമ്പ് ഭിത്തിക്ക് നേരെ, ചുവരിന് നേരെ മുഖം തിരിച്ച് കിടന്ന് കരയാൻ തുടങ്ങി. ആ കരച്ചിൽ സെക്കൻഡുകൾ കൊണ്ട് സ്വർഗത്തിലെത്തി. സെക്കൻഡുകൾ കൊണ്ട് മറുപടി പാഞ്ഞു വന്നു. പ്രവാചകൻ കൊട്ടാരം വിട്ടു പോകുമ്പോൾ തമ്പുരാൻ പറഞ്ഞു, തിരിഞ്ഞു നടക്കടാ, തിരിച്ചു കയറടാ എന്ന് പറഞ്ഞു. അവന്റെ കണ്ണുനീരന്റെ സന്നിധിയിലെത്തി. ഞാൻ അവൻ്റെ ആയുസ് 15 വർഷം കൂടെ നീട്ടിക്കൊടുക്കുന്നു. മക്കളെ, നിന്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്താൻ എത്ര ദിവസം എടുക്കും? 40 ദിവസം എടുക്കുമോ? 21 ദിവസം എടുക്കുമോ? 7 ദിവസം എടുക്കുമോ? എൻ്റെ പ്രാർത്ഥന തിരുസിൽ ധൂപമായും ഞാൻ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായി തീരട്ടെ. നീ ദൈവത്തിൽ മുട്ടുകുത്തുമ്പോൾ അടുത്ത ഫ്ലാറ്റുകാരൻ അറിയത്തില്ല, അടുത്ത മുറി കിടക്കുന്നു അറിയില്ല. അതിന്റെ മണം സ്വർഗത്തിലെത്തും. കരമടിച്ച ആത്മാവിൽ ദൈവത്തെ സൂചിച്ചാട്ട് സെക്കൻഡുകൾ കൊണ്ട് സ്വർഗത്തിൽ പ്രാർത്ഥനയെത്തും. ഓ, ശക്തിയോടെ എല്ലാവരും കരമടിച്ച് ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചാണ്. ഓ, നിങ്ങൾ ശ്രദ്ധിക്കുന്നേ. യെശയ്യാ പ്രവാചകൻ ദൂത് പറയുന്നു, പുറത്തേക്ക് ഇറങ്ങുന്നു. ഹിസ്കിയാവ് മുഖം തിരിച്ച് നിലവിളിക്കുന്നു. പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ചെല്ലുന്നു. മറുപടി പാഞ്ഞു വരുന്നു. യെശയ്യാവിനോട് തിരിച്ചു കയറാൻ പറയുന്നു. എന്താ നമ്മുടെ ദൈവത്തിന്റെ പ്രവൃത്തി? അടിയന്തര ഘട്ടങ്ങളിൽ നീ മുട്ടുകുത്തുമ്പോൾ, നീ ഞരങ്ങുമ്പോൾ തന്നെ സ്വർഗം അറിയോ. ശക്തിയോട് ദൈവത്തെ സൂചിച്ചോണ്ട് പറ, എന്റെ ഞരക്കം അറിയുന്ന ഒരു ദൈവമുണ്ട്.
പ്രവചനം തെറ്റുമോ? പ്രവചനം തെറ്റുമോ? പ്രവചനം തെറ്റുമോ? പ്രവചനം തെറ്റിയതല്ല. ദൈവം കണ്ണുനീരിന് മുമ്പിൽ തീരുമാനങ്ങൾ മാറ്റി എഴുതും. വേദപുസ്തകത്തിൽ ഞാൻ ഇവിടെ പറഞ്ഞോന്ന് എനിക്കറിയില്ല, ഈ ജഡ്ജിമാർ പ്രഖ്യാപിക്കുന്നത് ഡിക്രീസുകൾ എന്നാണ് അതിന് പറയുന്നത്, ഓർഡറുകളാണ്. അത് തിരുത്താൻ ആർക്കും കഴിയില്ല. പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിന്റെ തീരുമാനങ്ങളെ പോലും തിരുത്തി എഴുതുവാൻ പാവപ്പെട്ടൊരു ദൈവന്റെ കണ്ണുനീരിന് കഴിയും. ഓ, സ്വതന്ത്രം പറ കുഞ്ഞേ, നിന്റെ കണ്ണുനീരിന് തമ്പുരാന്റെ തീരുമാനങ്ങൾ മാറ്റി എഴുതാൻ കഴിയും. ആയുസ് മാറ്റി കിട്ടുമോ? ആയുസ് കൂട്ടി കിട്ടുമോ? പറ മക്കളെ. യെസ്, യെസ്. പൗലോസ് പറഞ്ഞ ഞാൻ മരിക്കുമെന്ന് തീരുമാനിച്ചു, മരിച്ചു എന്ന് ചിന്തിച്ചു. പക്ഷേ നിങ്ങൾ എനിക്ക് വേണ്ടി ഇടിവിൽ നിന്നു. നിങ്ങളുടെ കണ്ണുനീര് കൊണ്ട് ദൈവം എൻ്റെ ആയുസ് ദീർഘമാക്കി. സന്തോഷത്തോട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ. എല്ലാവരും ദൈവത്തെ ആരാധിച്ച് ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി നിന്റെ മേൽ വ്യാപരിക്കട്ടെ. നിർജീവത്വങ്ങൾ മാറട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ലോകാത്മാവെ വിട്ടുമാറുക, പൈശാചിക വ്യാപാരമേ വിട്ടുമാറുക, നിരാശയുടെ ആത്മാവെ വിട്ടുമാറുക. ഈ രാത്രി വലിയ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഉപകാരത്തിനൊത്തവണ്ണം നടന്നില്ലെന്ന് കണ്ണുനീര് കണ്ട് ദൈവം ആയുസ് ദീർഘമാക്കി കൊടുത്തു, അവസ്ഥ മാറ്റി. പക്ഷേ ഉപകാരത്തോളം നടന്നില്ല. നല്ല പലർക്കും ലഭിക്കാത്ത നന്മയാ മക്കളെ നമുക്ക് കിട്ടിയേ. പക്ഷേ ആ ദൈവം നിനക്ക് തന്നുപോയല്ലോ എന്ന് പറയാനിടയാകരുത്. കൊടുത്തുപോയല്ലോ എന്ന് പറയരുത്. പറയുമോ? നോക്കാം. സമയത്തിനുള്ള 1 ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായം 10-11 വാക്യങ്ങൾ. 1 Samuel chapter 15 verse 10 and 11. 1 ശമൂവേൽ 15:10-11. 1 ശമൂവേലിന്റെ പുസ്തകം. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് ശമൂവേലിനുണ്ടായതെന്നാൽ, ഞാൻ ശൗലിനെ രാജാവായി വാഴിച്ചതിനാൽ എനിക്ക് മനസ്താപമായിരിക്കുന്നു. അവൻ എന്നെ വിട്ടുമാറിയിരിക്കുന്നു. എന്റെ കൽപ്പനകളെ നിവർത്തിച്ചതുമില്ല. ഇനി അതിന്റെ 35-ാം വാക്യം വായിക്കട്ടെ. 15:35 വാക്യം. ശമൂവേൽ ജീവപര്യന്തം ശൗലിനെ പിന്നെ കണ്ടില്ല. അടുത്തത്. എങ്കിലും ശൗലിനെ കുറിച്ച് ദുഃഖിച്ചു. അടുത്തത്. യഹോവയും താൻ ശൗലിനെ ഇസ്രായേലിന് രാജാവാക്കിയത് കൊണ്ട് അനുതപിച്ചു. ഞാൻ ശ്രദ്ധിച്ചു നോക്കി. മോൺ എന്ന പദം, റിപ്പന്റ് എന്ന പദം, റിഗ്രറ്റ് കൊടുത്തുപോയല്ലോ. സത്യത്തിൽ പെന്തക്കോസുകാരന് പൈസ കൊടുത്തത് തമ്പുരാൻ ദുഃഖിക്കുന്നു വിശ്വസിക്കുന്നവനാ ഞാൻ. അല്ലെ ഇത്ര അഹങ്കാരം വരുമോ? അല്ലെ ഇത്ര കേസ് വരുമോ? ഇത്ര അടി വരുമോ? നിഗളിക്കരുത്. തന്നുപോയല്ലോ എന്ന് ദൈവം പറയാനിടയാകും. ദൈവം നിനക്ക് കൃപ തരും തോറും നെടുമ്പോട് വീണുകൊള്ളണം. റിഗ്രറ്റ്. ദൈവം ദുഃഖിച്ചു. എനിക്ക് ഞാൻ ഈ വിഷയം എടുക്കുക ഇത്രയും കുഞ്ഞുങ്ങളെ കണ്ടോണ്ടാ. ദൈവം ദുഃഖിച്ചെന്ന് മാത്രമല്ല, ആരും ദുഃഖിച്ചു പറയുന്നേ. ശമൂവേലും ദുഃഖിച്ചു. ആരാണ് ശൗല്? ഇസ്രായേലിന്റെ 1ാമത്തെ രാജാവ്. എന്തായിരുന്നു പണി? കഴുതയുടെ പുറകെ നടന്നു. കഴുതയുടെ പുറകിന് നടന്നവനെ ദൈവം ഇസ്രായേലിന്റെ 1ാമത്തെ രാജാവാക്കി. വില കുറഞ്ഞതിൻ്റെ പുറകെ നടന്നവനെ ദൈവം വിലയേറിയവനാക്കി മാറ്റി. പക്ഷെ ദൈവം ദുഃഖിച്ചു, രാജാവാക്കി. ശമൂവേലും ദുഃഖിച്ചു. മക്കളെ എല്ലാവരും എന്നെ ശ്രദ്ധിച്ചേ. നീ ഉയർന്നു കാണാൻ ആഗ്രഹിക്കുന്നവരിവിടെ ഇരിപ്പുണ്ട്. നിനക്ക് നന്മ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. നിനക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നവരുണ്ട്, കരയുന്നവരുണ്ട്. നിന്റെ പപ്പ, നിന്റെ മമ്മി, നിന്റെ പാസ്റ്റർ, നിന്റെ സൺഡേ സ്കൂൾ അധ്യാപകൻ. പക്ഷേ നാളെ നീ നിമിത്തം അവർ ദുഃഖിക്കാനിട വരരുത്. കൈ ഉയർത്തിയൊരു സ്തോത്രം പറഞ്ഞേ ശക്തിയോട്. ഞാൻ കൊച്ചുങ്ങളോടെല്ലാം പറയും, മക്കളെ നിന്റെ അപ്പൻ നീ നിമിത്തം കരയാനിട വരരുത്. നിന്റെ അമ്മ നീ നിമിത്തം ദുഃഖിക്കാനിട വരരുത്.
ശൗമേലും ദുഃഖിച്ചു. എന്താ ദൈവം ദുഃഖിച്ചത്? ദൈവത്തിന് അറിയത്തില്ലായിരുന്നോ? അവൻ തൻ്റെ വിളിയെക്കുറിച്ച് അനുതപിക്കുന്നില്ല. വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ല, പോഷ്ക് പറയാൻ ദൈവം മനുഷ്യപുത്രനുമല്ല. അനുതപിപ്പാൻ അവൻ മനുഷ്യപുത്രനല്ല. അനുതപിക്കില്ലെന്നോടത്ത് എഴുതിയേക്കുന്നു, അനുതപിച്ചു. അതിൻ്റെ അർത്ഥം എന്നാ? ദൈവത്തിന് അറിയത്തില്ലായിരുന്നോ ശൗല് തെറ്റിപ്പോവെന്ന്? യോന അനുസരണക്കേട് കാണിക്കും ദൈവത്തിന് അറിയില്ലേ? പത്രോസ് തള്ളിപ്പറയുന്നവൻ അറിയത്തില്ലേ? അവൻ്റെ ഫോർ നോളജിൽ അവൻ അറിയാമായിരുന്നു. യൂദ ഒറ്റിക്കൊടുക്കുമെന്നും പത്രോസ് തള്ളിപ്പറയുമെന്നും ശൗൽ അനുസരണക്കേട് കാണിക്കുമെന്നും യോന വഴിവിട്ടു പോകുമെന്നും ദൈവത്തിന് അറിയാം. അറിയാതല്ല തിരഞ്ഞെടുത്തത്. ലോകത്തിൽ പലരും പലരെയും തിരഞ്ഞെടുത്തത് അറിയാതാ. ഇപ്പോഴും ഭാര്യയും ഭർത്താവും തമ്മിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അബദ്ധം പറ്റിപ്പോയടി, അബദ്ധം പറ്റിപ്പോയടാ. ഇവൻ ഇങ്ങനത്തവനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കൂടെ നിർത്തില്ല. അറിഞ്ഞില്ല. പക്ഷെ ഇന്ന് രാത്രി ഞാൻ നിന്നോട് പറയാം, ദൈവത്തിന് നിന്നെ തിരഞ്ഞെടുത്തതിൽ അബദ്ധം പറ്റിയിട്ടില്ല. നിന്റെ ബലവും ബലഹീനതയും, നിന്റെ ശക്തിയും ശക്തിഹീനതയും, നിന്റെ അറിവും അറിവുകേടും എൻ്റെ ദൈവത്തിനറിയാം. നിന്നെക്കുറിച്ച് അവൻ അറിയാതെ അല്ല തിരഞ്ഞെടുത്തത്. പൂർണ്ണമായി നിന്റെ സ്വഭാവം മുഴുവൻ അറിഞ്ഞിട്ട് തിരഞ്ഞെടുത്തു. ഭീമോനച്ചനെ തിരഞ്ഞെടുത്തതിൽ എൻ്റെ ദൈവത്തിന് അബദ്ധം പറ്റിയിട്ടില്ല. ദൈവം തൻ്റെ വിളിയെക്കുറിച്ചു അനുതപിക്കുന്നില്ല. ഒന്ന് കൈയടിച്ചോ, സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞുകൊണ്ട് പറ, എന്നെ തിരഞ്ഞെടുത്ത എൻ്റെ കർത്താവ് അബദ്ധം പറ്റി തിരഞ്ഞെടുത്തതല്ല, എന്നെ അറിഞ്ഞിട്ട് തിരഞ്ഞെടുത്തു. എന്നെ നന്നായി അറിഞ്ഞിട്ട് തിരഞ്ഞെടുത്തു. കുഞ്ഞേ, നിന്റെ സ്വഭാവം മുഴുവൻ അറിഞ്ഞിട്ട് അവൻ തിരഞ്ഞെടുത്തല്ലോ. ദൈവം നിന്നെ കുറിച്ച് അനുദപിക്കരുത്, ദുഃഖിക്കാനിട വരരുത്. നിനക്ക് സൗന്ദര്യം തന്ന ദൈവം, ആരോഗ്യം തന്ന ദൈവം, ബുദ്ധി തന്ന ദൈവം, പണം തന്ന ദൈവം തന്നുപോയല്ലോ എന്ന് ദുഃഖിപ്പാനിട വരരുത്. മനശ്ശ ജാതികളെക്കാൾ അധികം പാപം ചെയ്തു, അപ്പൻ്റെ പ്രവൃത്തി ഇല്ലാതാക്കി. പക്ഷെ 55 വർഷം ദൈവം അവനെ സഹിച്ചു, കൊന്നുകളഞ്ഞില്ല. ശമൂവേലിന്റെ പുസ്തകം 14:1 എഴുതിയിരിക്കുന്നത്, ഞാൻ ശൗലിനെ രാജസ്ഥാനത്ത് തള്ളി എന്നറിയിക്കാൻ നീ അവനെക്കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും. എഴുന്നേറ്റ് തൈലക്കൊമ്പിൽ തൈലം കൊന്നിട്ട് പുറപ്പെടുക. 2 വർഷമേ ശൗലിനെ ഇരുത്തിയുള്ളൂ. പക്ഷെ ഇവനെ 55 വർഷം ഇരുത്തി. ദൈവത്തിന് മുഖവശമുണ്ടോ? ദൈവം എന്തുകൊണ്ട് ശൗലിനോട് കാണിക്കാത്ത ഫേവർ മനശ്ശയോട് കാണിച്ചു? ഇന്ന് രാത്രി സ്തോത്രം പറയാത്തൊരു വഴിയുണ്ട് കേട്ടോ. മറ്റു പലരോടും കാണിക്കാത്ത ദയയാണ് ദൈവം നമ്മോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ആ കൈയൊന്ന് ഉയർത്തിയാട്ടി ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. മറ്റു പലരോട് കാണിക്കാത്ത ദയ ദൈവം നമ്മോട് കാണിക്കുക. ഇന്ന് രാവിലെ ഞാൻ ഈ പത്രോസിൻ്റെ കാര്യം പ്രസംഗിച്ചു. എന്നോടത്ത് പ്രസംഗിച്ചിരുന്നപ്പോൾ ഒരു മാന്യനായ ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞു, ഞാൻ കർത്താവിനോട് എപ്പോഴും ചോദിക്കും, കർത്താവേ നീ എൻ്റെ പുറകാലേക്ക് നടക്കാൻ കാര്യം എന്താ? നീ എൻ്റെ പുറയിൽ നിന്ന് മാറാത്തത് എന്താ? ഓ, നീ അവനെ വിട്ടുപോയിട്ടും അവൻ നിന്നെ വിട്ടുമാറുന്നില്ല. ഞാൻ എപ്പോഴും പറയും, നോക്കിയവനെ കിട്ടിയില്ലേ, കിട്ടിയവനെ ഉപയോഗിക്കുന്നവനല്ല ദൈവം. ആരെ നോട്ടമിട്ടോ അവനെ പിടിക്കാതെ ദൈവം മാറില്ല. ഒരു മനുഷ്യ പോയ എത്ര മനുഷ്യന്മാരെ ദൈവത്തിന് കിട്ടും. ഒരു യോന പോയ എത്ര യോനമാരെ കിട്ടും. ഒരു പത്രോസ് പോയാൽ എത്ര പത്രോസുമാരെ കിട്ടും. നീ പോയാൽ പോകട്ടെന്ന് വെക്കുന്നവനല്ല എൻ്റെ ദൈവം. അങ്ങനെ വെച്ചിരുന്നെങ്കിൽ നീ ഇന്ന് രാത്രി ഇവിടെ കാണില്ലായിരുന്നു. പലരും നീ പോയെന്നെങ്കിൽ പോട്ടെന്ന് വെച്ചു. പക്ഷെ എൻ്റെ കർത്താവ് നീ പോയാൽ പോകട്ടെന്ന് വെക്കുന്നവനല്ല. നിന്റെ പുറകിലവൻ വരും. നിങ്ങളെ ആരാ പാടുന്നേ? എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെ നീ. പാടിയേ. എത്ര ദൂരം
എല്ലാവരും ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. എത്ര ദൂരം അങ്ങേ വീട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. പത്രോസ് പ്രാണനാഥനെ പ്രാഗി തള്ളി പറഞ്ഞു. ഞാനിത് പ്രസംഗിക്കാൻ നിന്നല്ല, നിർത്തണം. പത്രോസ് തള്ളി പറഞ്ഞതൊക്കെയാ, പക്ഷെ പത്രോസ് യേശുവിനെ പ്രാഗി എന്നേ. നിങ്ങളവിടെ നിൽക്കുക. ഞാൻ ചോദിച്ചു, പത്രോസ് നീ എൻ്റെ കർത്താവിനെ എന്തിനാ പ്രാകുന്നേ? അങ്ങനെ ചെയ്തു. മീൻപിടുത്തി നടന്ന് നിന്നെ അപ്പോസ്തലനാക്കി എൻ്റെ ദൈവത്തെ കർത്താവിനെ പ്രാഗി. നമ്മളാരെങ്കിലും തിരിഞ്ഞു നോക്കൂ. പ്രാഗിട്ട് പോയവനെ തേടി കർത്താവ് കടക്കരയിൽ വന്നിരുന്നെന്നല്ല, നിന്നിരുന്നു. അവനെ അപ്പവും അടയും വെച്ച് കാത്തു നിന്നു. തമ്പുരാൻ ചോദിച്ചു, നീ ഇവരെക്കാൾ അധികം എന്നെ സ്നേഹിക്കുന്നു? ഇതിനേക്കാൾ അധികം എന്നെ സ്നേഹിക്കുന്നു? മൂന്നാം തവണ അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നീ അറിയുന്നു പ്രാണനാഥനെ ഞാൻ പ്രാഗിയെങ്കിലും പ്രാതലൊരുക്കി കാത്തു നിന്നു. ഇവിടെ ഇരിക്കുന്ന നമ്മുടെയൊക്കെ ചരിത്രമാ. നീ അവനെ വേണ്ടെന്ന് വെച്ചപ്പോഴും അവൻ നിന്റെ പുറകാലെ നടന്നു. ഒരു സ്റ്റാൻസ് അവിടെ ഒന്ന് പാടിയരേ. എത്ര ദൂരം, എത്ര ദൂരം അങ്ങേ വീട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. എത്ര ദൂരം അങ്ങേ വീട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. കുഞ്ഞെ, കർത്താവ് സ്നേഹിക്കുന്നവർ ആരും നിന്നെ സ്നേഹിക്കില്ല. മതി മക്കളെ, പോയിരുന്ന ഞാൻ വിളിക്കും വന്നാൽ മതി. കർത്താവ് കരുന്നോലാരും കരുതില്ല. 2 വർഷം കൊണ്ട് ശൗലിനെ രാജസ്ഥാനം തള്ളിയ ദൈവം എന്നെ നോക്കിയിരിക്കൂ. 55 വർഷം മനശ്ശെ സഹിച്ചു. ഇനി 1 മണിക്കൂറോടെ വേണം തീരണേ. ഞാൻ നിർത്തുക 5 മിനിറ്റ് കൊണ്ട്. എന്താണ് കാരണം? ഞാൻ തപ്പി നോക്കി, പ്രാർത്ഥിച്ചു നോക്കി, ഇരുന്ന് നോക്കി. ഒറ്റ കാരണം. മനശ്ശെയുടെ അപ്പൻ്റെ പേര് ഞാൻ ഇത് വായിപ്പിക്കുന്നില്ല, ഹിസ്കിയാവെന്നായിരുന്നു. ഹിസ്കിയാവെന്ന വാക്കിൻ്റെ അർത്ഥം ഗോഡ് ഈസ് മൈ സ്ട്രെങ്ത് എന്നായിരുന്നു. ദൈവം എൻ്റെ ബലമെന്നായിരുന്നു. അവൻ്റെ അമ്മയുടെ പേര് എക്സിബ എന്നായിരുന്നു. എക്സിബ എന്ന വാക്കിന് പല അർത്ഥമുണ്ട്. അതിലൊരർത്ഥം എൻ്റെ സന്തോഷം അവനിലെന്നായിരുന്നു. യാഹൻ്റെ ബലമെന്ന് പറഞ്ഞൊരപ്പൻ്റെയും എൻ്റെ സന്തോഷം അവനെന്ന് പറഞ്ഞൊരമ്മയുടെയും മകനായിരുന്നു മനശ്ശ. അവനെ തകർക്കാൻ ദൈവത്തിന് മനസ്സായില്ല. ഒന്ന് സ്തോത്ര ശക്തിയോട് പറയാമോ? അവനെ തകർക്കാൻ ദൈവത്തിന് മനസ്സായില്ല. A son of many tears cannot be lost. വളരെ കണ്ണുനീരിൻ്റെ സന്താനം നഷ്ടപ്പെട്ടു പോകില്ല. ഞാൻ ചെറുപ്പക്കാരോട് പ്രസംഗം പറയും, കുഞ്ഞേ, നിന്റെ അപ്പൻ കരയുന്നവനെങ്കിൽ, നിന്റെ അമ്മ കരയുന്നവളെങ്കിൽ ദൈവസന്നിധി വിട്ട് നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നീ എവിടെ പോയാലും ദൈവം നിന്നെ മടക്കി വരുത്തും. അത് ചൂണ്ടയിട്ടായാലും കൊളുത്തിട്ടായാലും, കയ്യടിച്ച് സ്വോത്രം പറ കുഞ്ഞേ, അവൻ നിന്നെ മടക്കി വരുത്തും. A son of many tears cannot be lost. നിന്റെ അപ്പന്റെ കണ്ണുനീരായി സ്തോത്രം, അമ്മയുടെ കണ്ണുനീരാ. ഒറ്റ ദിവസം കൊണ്ട് 55 വർഷം സഹിച്ചു ദൈവം. 55-ാം വർഷത്തിൽ ശ്രദ്ധിച്ചു കേട്ടെ, ഒറ്റ രാത്രി കൊണ്ട് മനശ്ശെയെ സിംഹാസനത്തിൽ ദൈവം കാരാഗ്രഹത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ഒന്നുകൂടെ ഞാൻ പറയാം, ഒന്നും കണ്ടോണ്ടൊന്നും അഹങ്കരിച്ചേക്കല്ലേ. അവസ്ഥ മാറാൻ ഒറ്റ രാത്രി മതി. ഫെബ്രുവരി 27-ാം തീയതി വരെ അറിഞ്ഞോ ബോംബ് വീഴാൻ പോകുന്നു? പരിഭ്രമമായില്ല. ഇപ്പോൾ ശാന്തതയായി. എനി ടൈം. ഞാൻ കുറേ ദിവസം കൊണ്ട് എൻ്റെ ചർച്ചിൽ പ്രസംഗിക്കുക, ഉൽപ്പത്തി 22. അതിനുശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു. അതിനുശേഷം വന്ന ഇംഗ്ലീഷിൽ സം ടൈംസ് ലേറ്റർ, 25 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു കുഞ്ഞിനെ കിട്ടി. എന്തോ ഒരു സന്തോഷമായിരുന്നു.
പക്ഷെ അന്ന് രാത്രി പറഞ്ഞു കൊണ്ടുപോയി യാഗം കഴിക്കാൻ. സന്തോഷമൊന്നും ഒത്തിരി കാലം നീണ്ടു നിൽക്കില്ല. ഒരു നിമിഷം കൊണ്ട് ആഹ്ലാദമൊക്കെ ഇല്ലാതാവും. ദൈവകൃപയിൽ ശരണപ്പെട്ടോണം. നിങ്ങളുടെ എല്ലാം പേരും വീട്ടുപേരും ഒന്നും അറിയില്ലേലും നിങ്ങൾ പ്രസാദിക്കോ, ഇഷ്ടപ്പെടുവോ, കയ്യടിക്കോ, ഉദരം പറയോ, നീ എന്തോ ചിന്തിച്ചാലും എനിക്ക് പ്രശ്നമല്ല. ഞാൻ സ്റ്റേജിൽ കയറിയ ദൈവാത്മാവ് തരുന്ന ദൂതുകളാണ്, വാർണിങ്സുകളാണിത്. ഒറ്റ നിമിഷം മതി കാര്യങ്ങൾ മാറാം. മക്കളെ, നിന്റെ സിംഹാസനത്തിൽ നിന്ന് കാരാഗ്രഹത്തിലേക്ക് വലിച്ചെറിയാൻ ഒരു നിമിഷം മതി. രാത്രി പകലാക്കാനും പകൽ രാത്രിയാക്കാനും ദൈവത്തിന് ഒരു നിമിഷം മതി. 20 കോടി ഉണ്ടെങ്കിലും ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാക്കാൻ ദൈവത്തിന് കഴിയും. അവൻ കൽപ്പിക്കുന്നു, മഹാമത്സ്യം വരുന്നു. അവൻ കൽപ്പിക്കുന്നു, കൊടുങ്കാറ്റടിക്കുന്നു. അവൻ കൽപ്പിക്കുന്നു. ഒരാവണക്ക് എങ്ങനെ ആവണക്ക് കിളുത്തു വന്നെന്നല്ല, കൽപ്പിച്ചാക്കി. ഒരു വൻവൃക്ഷത്തെ ഒറ്റ രാത്രി കൊണ്ട് ദൈവം വിളിച്ചു വരുത്തി. അവൻ കൽപ്പിച്ചപ്പോൾ ബാക്കി പറ, ഒരു കൊച്ചുപുഴു വന്നു. പറഞ്ഞാട്ട് ഒരു കൊച്ചുപുഴു. ആ കൊച്ചുപുഴു ആ വൻവൃക്ഷത്തെ ഒറ്റ രാത്രി കൊണ്ട് വേരോട് ഉണക്കി മാറ്റി. നിന്നെ ഒരു വൻവൃക്ഷമാക്കി മാറ്റാൻ എൻ്റെ ദൈവത്തിന് ഒരൊറ്റ രാത്രി മതി. നീ എത്ര വൻവൃക്ഷമാണെങ്കിലും നിന്നെ വേരോട് ഉണക്കി മാറ്റാൻ ദൈവത്തിന് ഒരു രാത്രി മതി. മക്കളോടൊക്കെ ഇത് പറഞ്ഞോണം. മക്കളെ, ആകുന്ന കൃപയാ. എന്തോ ഉണ്ടെങ്കിലും കണ്ണ് അടച്ച് തുറക്കും മുമ്പ് പോവാ. മെഡിക്കൽ കോളേജിലൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കാൻ പാടുണ്ട്. ചിലയിടത്തൊക്കെ ICUലൊക്കെ കയറി ഞങ്ങൾക്ക് അവനുമാകുന്നത്. ഞാൻ കണ്ണ് കരഞ്ഞുകൊണ്ടിറങ്ങി വരും. ഡോക്ടേഴ്സ് കരഞ്ഞുകൊണ്ടിറങ്ങി വരിക. അത്രേ ഉള്ളൂ മക്കളെ. അവസ്ഥ മാറ്റാൻ ദൈവത്തിന് അധികം നേരം വേണ്ട. ആകുന്ന കൃപയാലാണ്. ഇന്ന് രാത്രി എന്തിനാ ഇത് പറയുന്നറിയാമോ? കർത്താവേ, ഞാൻ എവിടെ തെറ്റിപ്പോയെന്ന് ദൈവത്തോട് ചോദിക്കണം. ഞാനിവിടെ മടങ്ങി വരണോ ചോദിക്കണം. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും അഹങ്കാരം വന്നിട്ടുണ്ടെങ്കിൽ, നീളം വന്നിട്ടുണ്ടെങ്കിൽ, സ്വയപ്രശംസ വന്നിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വഴിവിട്ട് ഞാൻ ഒരു സ്റ്റെപ്പ് പോയിട്ടുണ്ടെങ്കിൽ ഈ രാത്രി എന്നെ മടക്കി വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കും. നിങ്ങൾ ആരും എഴുന്നേറ്റ് പോയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ എഴുന്നേൽപ്പിക്കാൻ പേടി, ഇറങ്ങി പോകുന്നൊരു പേടിയുണ്ട്. എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. എ സൺ ഓഫ് മെനി ടിയേഴ്സ് cannot be lost. സാധാരണയായി ആളുകൾ പറയും, ഈ പിള്ളേർ വഴിതെറ്റി പോകുന്നതിൻ്റെ കാരണം അപ്പനും അമ്മയാണ്. ഒരു പരിധി വരെ അത് ശരിയാണ്. എന്നാൽ കരയുന്ന അപ്പൻ്റെയും പ്രാർത്ഥിക്കുന്ന അമ്മയുടെയൊക്കെ മക്കൾ വഴിതെറ്റിയിട്ടുണ്ട്. മനശ്ശേ വഴിതെറ്റിയതാ. മനശ്ശേയുടെ അപ്പൻ പോയി പെർഫോമൻസ് ആയിരുന്നു, ഉണർവ് കൊണ്ടുവന്നവനാ. ആ അപ്പൻ്റെ മോൻ അവൻ്റെ നല്ല പ്രവൃത്തി ഇല്ലാതാക്കി, ജാതികളെക്കാൾ പാപം ചെയ്തു. ഇപ്പം കർത്താവ് എന്നെ വീണ്ടും ഓർപ്പിക്കുന്നു, നിങ്ങൾ നിന്റെ പിതാവിൻ്റെ നല്ല പേരില്ലാതാക്കരുത്. മക്കളെ, നിന്റെ കുടുംബത്തിൻ്റെ നല്ല പേരില്ലാതാക്കരുത്. അപ്പന്മാരുടെ നല്ല പ്രവൃത്തി നിങ്ങൾ ഇടിക്കരുത്. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. തലമുറ തലമുറയായി ശൂന്യമായി കിടക്കുന്ന നിന്റെ തലമുറ കെട്ടിപ്പോക്കും. രാത്രി എന്നോട് കർത്താവ് പറഞ്ഞു പ്രവചിക്കാൻ, നിന്റെ തലമുറ 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 പുരാതന ശൂന്യങ്ങളെ പണിയും. ഹൂഡമാശകനിയ, നിന്റെ ആയുസിൽ നിനക്ക് പോകാൻ കഴിയാത്തിടങ്ങളിൽ ദൈവം നിന്റെ തലമുറ അയക്കും. നിനക്ക് ഉയർത്താൻ കഴിയാത്ത മണ്ഡലങ്ങളിൽ നിന്റെ തലമുറ യേശുവിൻ്റെ നാമത്തെ ഉയർക്കും. നിനക്ക് ചെയ്യാൻ കഴിയാത്തത് നിന്റെ തലമുറയെ കൊണ്ട് ദൈവം ചെയ്യും. കൈയടിച്ചോ, വാ തുറന്നോ, ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചോ. വാ തുറന്ന് പറ, യേശുവിന്റെ നാമത്തിൽ പറ, വിശ്വാസത്തോട് പറ, എന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. പിശാചികൾക്ക് പറ, എനിക്ക് പോകാൻ കഴിയാത്തിടങ്ങളിൽ ദൈവം എന്റെ തലമുറ അയക്കും. എനിക്ക് ഉയർത്താൻ കഴിയാത്ത മണ്ഡലങ്ങളിൽ എന്റെ തലമുറ യേശുവിന്റെ നാമത്തെ ഉയർത്തും. വാതുറനാട്ട് മക്കളെ, അന്യഭാഷ സ്തോത്രം പറഞ്ഞാട്ട് ഈ രാത്രി ചിലരെ അഭിഷേകം ചെയ്യട്ടെ. വാഗ്ദത്തം നിനക്കുള്ളതാണ്, നിന്റെ സന്തതിക്കുള്ളതാണ്. ദൈവമായ കർത്താവ് വിളിച്ചുവൻ ദൂരസ്ഥന്മാരെ ഏവർക്കുമുള്ളതാണ്. നിന്റെ സന്തതി പുരാതന ശൂന്യം പണിയട്ടെ. അവർ അന്യഭാഷ ദൈവത്തെ സ്തുതിക്കട്ടെ. അവർ ദർശനങ്ങൾ കാണട്ടെ. അവർ ആത്മാവിൽ പ്രവചിക്കട്ടെ. ഇന്ന് പകൽ എൻ്റെ മോൻ ഇവിടെ നിന്ന് കുഞ്ഞുങ്ങളോട് പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും വലുത്, അവനിവിടെ കോടികളുണ്ടെന്നുള്ളതോ
ഒന്നുമല്ല. എൻ്റെ മക്കൾക്ക് എന്തോ ഉണ്ടെന്നുള്ളതല്ല. എൻ്റെ 3 മക്കളും യേശുവിന് വേണ്ടി നിൽക്കുന്നവരാ. ഇതിൽ കൂടുതൽ എന്നാ സന്തോഷിക്കാനാ? പ്രാർത്ഥിച്ചോണേ. മക്കൾ കാനഡയിൽ പോകുന്നതും അമേരിക്കയിൽ പോകുന്നതും ഒക്കെ നല്ല കാര്യമാണ്. പക്ഷെ 10 വർഷം കഴിഞ്ഞ് ഈ കുഞ്ഞുങ്ങൾ നിന്നോടൊപ്പം യേശുവിനെ ആരാധിക്കാനില്ലെന്ന് നിന്റെ കാനഡയും ന്യൂയോർക്കൊക്കെ വട്ടപൂജ്യമാണ്. കരഞ്ഞോണം. ഒരു സംഭവം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. നിങ്ങളുടെ കണ്ണുനീർ വൃതാവല്ല, നിങ്ങളുടെ പ്രാർത്ഥന വൃതാവല്ല. ഞാനീ പറയാൻ പോകുന്ന ആക്സ് മാഗസിൻ എന്നൊരു സംഭവമാണ്, കെട്ടുകഥയല്ല. നിന്റെ കണ്ണുനീരിന് വിലയുണ്ടെന്ന് പറയാം. ഞാൻ പറഞ്ഞില്ലേ, പ്രസംഗിക്കാൻ വന്ന വിഷയമൊന്നും അല്ല ഈ പ്രസംഗിക്കുന്നത്. ആർക്കൊക്കെ ഈ ദൂത് വേണം. ഇത് കഴിയുമ്പോൾ എന്നെ പലരും വിളിക്കും, എനിക്കറിയാം ഇന്ന് എന്നോട് കർത്താവ് സംസാരിച്ചത്. ഇംഗ്ലണ്ടിൽ ഒരു മാതാപിതാക്കൾ ഒറ്റ ഒരു മകൻ ചീത്തക്കൂട്ടുകളാകപ്പെട്ടു. എന്നും ചീട്ട് കളിക്കാനൊക്കെ പോകും. ഒരിക്കൽ അവൻ ചീട്ട് കളിച്ചൊരുത്തിനെ കുത്തിക്കൊന്ന് രക്തം പൂണ്ട കടാരയും വസ്ത്രവുമായി വീട്ടിൽ ഓടിയെത്തി. എന്നിട്ട് അവൻ പറഞ്ഞു, ഞാൻ ഒരു കൊലപാതകനായി പോയി, ഞാൻ ഓടുക, രക്ഷപ്പെടാൻ പോവാ. ധൃതിയിൽ അവൻ വീട്ടിൽ നിന്ന് ഓടി. പോലീസ് വരുമ്പം ഓടി. 18 വർഷമായി അവൻ എവിടാന്നറിയില്ല. ഈ അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പ്രാർത്ഥിച്ചത്, ദൈവമേ എൻ്റെ കുഞ്ഞിനെ ഈ ഭൂവിൽ കാണാൻ ഇനിയും കഴിഞ്ഞില്ലെങ്കിലും ഒരു കൊലപാതകനായി അവൻ നരകത്തിലെത്തരുത്, അവൻ സ്വർഗത്തിലെത്തണം. അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിലെ ലോകപ്രസിദ്ധനായ ഒരു സുവിശേഷ പ്രസംഗികൻ ഇംഗ്ലണ്ടിൽ പ്രസംഗിക്കാൻ വന്നു. അദ്ദേഹം പ്രസംഗിച്ചിട്ട് താൻ താമസിക്കുന്ന ഹോട്ടലിലേക്ക് കാർ മാർഗം പോകുകയാണ്. പ്രാർത്ഥിക്കുന്ന ഈ അമ്മയുടെ വീടിന് വാതിലൂടെ ഈ കാർ പോകുമ്പോൾ ഈ കാർ ബ്രേക്ക് ഡൗൺ ആയി. എത്ര നോക്കിയിട്ടും സ്റ്റാർട്ടായില്ല. കരയുന്ന നിനക്ക് വേണ്ടി ഓടിപ്പോകുന്ന ചിലതിനെ ദൈവം പിടിച്ചു നിർത്തും. ഡ്രൈവർ ആ വെളിച്ചം കണ്ട് വീട് കണ്ട് പറഞ്ഞു, സാർ ഇവിടെ ഇരിക്കുക, ഞാൻ കാർ നന്നാക്കിയിട്ട് വരാം. അയാൾ ചെന്ന് കോളിംഗ് ബെല്ലടിച്ചു. ഒരമ്മ കരഞ്ഞുകൊണ്ടിരിക്കുക. അമ്മ ഇറങ്ങി വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കയറിയിട്ട് ഇരുത്തി. ഡ്രൈവർ കാർ നന്നാക്കാൻ പോയി, ആളെ വിളിക്കാൻ പോയി. ഈ അമ്മയോട് ഈ ദൈവദാസ ചോദിച്ചു, മക്കളെത്ര പേരാ? അവർ പറഞ്ഞു, ഒരേ ഒരു മോൻ. 18 വർഷം മുമ്പ് കൊലപാതകം ചെയ്ത് ഇറങ്ങി ഓടി. എവിടാന്നറിയില്ല, ജീവനോടുണ്ടെന്നറിയില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ മനെ ഭൂമിയിൽ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വർഗത്തിൽ കാണണം. കാർ നന്നാക്കിയിടോ. ഡ്രൈവർ വന്ന് വിളിക്കാൻ തുടങ്ങി. ഇറങ്ങാൻ പോകുമ്പോൾ അമ്മ ഈ ദൈവദാസന്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ, ഇതുവരെ ഞങ്ങൾ പ്രാർത്ഥിച്ചത് ഞങ്ങളുടെ മകനെ സ്വർഗത്തിൽ കാണാനാ. പക്ഷെ അങ്ങ് ലോകം മുഴുവൻ പ്രസംഗിക്കാൻ പോകുന്നയാളാണ്. ഞങ്ങളുടെ മകൻ ജീവനോടെ ഉണ്ടെങ്കിൽ അങ്ങ് ലോകത്തിൽ എവിടെങ്കിലും പ്രസംഗിക്കുമ്പോൾ അങ്ങ് പ്രസംഗിക്കുന്ന ഓഡിയൻസിൻ്റെ ഇടയിൽ ഞങ്ങളുടെ മകനെ കൊണ്ടിരുത്താൻ ഞങ്ങൾ ഇന്നു മുതൽ പ്രാർത്ഥിക്കും. അങ്ങും പ്രാർത്ഥിക്കണം. വീണ്ടും ഒരു 8 വർഷം കൂടെ പോയി. നൈജീരിയ എന്ന സ്ഥലത്ത് അദ്ദേഹം സുവിശേഷ പ്രസംഗം നടത്തും മുമ്പ് ഒരു വലിയ സുവിശേഷ റാലി നടത്തി. ആ റാലി പട്ടണത്തിലൂടെ കയറുമ്പോൾ ഓഡിറ്റോറിയൽ, ഇതുപോലെ ഓഡിറ്റോറിയലാണ് മീറ്റിംഗ്. റാലി പോകുമ്പോൾ മദ്യപിച്ച് നിന്നൊരു മനുഷ്യന് തോന്നി ഈ റാലിയോടൊപ്പം കൂടണമെന്ന്. അവനും കൂടി. ആടി ആടി അവൻ അകത്ത് വന്നു. പക്ഷെ അപ്പോഴേക്കും ജനം ഫില്ലായി. ഇത് കെട്ടുകഥയല്ല, സംഭവമാണ്. എന്നെ ദൈവത്തിനും വേണ്ട എന്ന് പറഞ്ഞവൻ തിരികെ നടക്കുമ്പോൾ ഒരു കരവനെ കയറി പിടിക്കുന്നതായി തോന്നി. അവനെ ആ ഓഡിറ്റോറിയക്ക് തള്ളുന്നതായി അവന് തോന്നി. അവൻ നടന്ന് മുമ്പിൽ വന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ ഇങ്ങനെ കസേര ഇടില്ല. പ്രസംഗികൻ ഇരിക്കാൻ അവിടെ കസേര. ഫ്രണ്ട് റോയാണ് പ്രസംഗികനും അധ്യക്ഷനുമല്ല. പ്രസംഗിക സമയത്ത് കയറി വരും. അവൻ വന്നപ്പോൾ ഒരു കസേര ഒഴിഞ്ഞു കിടപ്പുണ്ട്. അത് പ്രസംഗികന്റെ കസേരയാ, വേറെ കസേരയില്ല. അവൻ അവിടെ ഇരുന്നു. ദൈവദാസൻ പ്രസംഗിച്ചു. അനേകർ മാനസാന്തരപ്പെട്ടു. യേശുവിനായി കൈ ഉയർത്തി. ഇവനും ഉയർത്തി. ലോക്കൽ സഭയുടെ പാസ്റ്റർ പോയിട്ട് വന്ന് പ്രാർത്ഥിച്ച് അവസാനിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോൾ ഈ ദൈവദാസൻ അവനിരുന്ന കസേരയുടെ തൊട്ടപ്പുറത്ത് ലോക്കൽ സഭയുടെ പാസ്റ്ററുടെ അരികിൽ വന്നിരുന്നു. ഇവന്റെ ചെവി ചോദിച്ചു, സ്നേഹിത, നിന്റെ പേരെന്താണ്? നീ എവിടുത്തുകാരനാണ്? അവനവൻ്റെ പേര് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇന്നേക്ക് 26 വർഷം മുമ്പ് ഞാൻ കൊലപാതകം ഇറങ്ങി ഓടിയവനാണ്. എൻ്റെ അപ്പനും അമ്മയും ജീവനോടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പെട്ടെന്ന് പാസ്റ്റർ പറഞ്ഞു, ആശീർവാദം പറയരുത്. ചാടി വീണ്ടും അദ്ദേഹം സ്റ്റേജിൽ കയറി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, 26 വർഷമായി ഒരു തള്ളയുടെ കണ്ണുനീരിന് ദൈവം ഇന്ന് മറുപടി കൊടുത്തിരിക്കുകയാണ്. സംഭവിച്ചതെല്ലാം പറഞ്ഞിട്ടേ കരയാതിരിക്കാൻ കഴിയില്ലെന്നേ. ആ ദൈവദാസനും കരഞ്ഞോണ്ടാ പറഞ്ഞേ. ഞാൻ ഇംഗ്ലണ്ടിൽ 8 വർഷം മുമ്പ് പ്രസംഗിക്കാൻ പോകും. കാർ ബ്രേക്ക് ഡൗൺ ആയതും
ഇവൻ്റെ അമ്മയുടെ വീട്ടിൽ ചെന്നതും ഇറങ്ങിയപ്പോൾ അമ്മ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങ് പ്രസംഗിക്കുന്ന ഏതെങ്കിലും ഓഡിയൻസിൻ്റെ ഇടയിൽ എൻ്റെ കുഞ്ഞിനെ കൊണ്ടിരുത്താൻ പ്രാർത്ഥിക്കും. ഞാൻ പ്രസംഗിച്ച ഓഡിയൻസിൻ്റെ ഇടയിലല്ല, ഞാനിരുന്ന കസേരയിൽ തന്നെ ദൈവം അവനെ കൊണ്ടിരുത്തി. Prayer makes impossibilities to possible. അസാധ്യങ്ങളെ അവൻ സാധ്യമാക്കും. നിന്റെ കുഞ്ഞ് അകലെയാണോ, ഈ രാത്രി ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടും. ഇന്ന് രാത്രി സമർപ്പിച്ചാണ്, കർത്താവേ എന്നോട് ക്ഷമിക്കണേ എന്ന് പറയാമോ, എന്നെ കഴുകണേ എന്ന് പറ. കർത്താവേ എവിടെങ്കിലും ഞാൻ തെറ്റിപ്പോയെങ്കിൽ എന്നെ ഓർപ്പിക്കണം, മടങ്ങി വരാൻ തയ്യാറാണെന്ന് പറയുന്നവർ കൈ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചാട്ട് എന്നെ മടക്കി വരുത്തണേ കർത്താവേ. ഞാൻ ഏറിയായില്ല സ്ഥാനപ്പെടണം കർത്താവേ. കർത്താവേ നിന്റെ കരം ഞങ്ങളെ തൊടുന്നോർത്ത് സ്തോത്രം. വന്ന് നിന്റെ ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്നോർത്ത് സ്തോത്രം. ദൈവകരം ഞങ്ങളെ തൊടണമേ, ഞങ്ങളെ മടക്കി വരുത്തണമേ. ശേഷം ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവശക്തി അവിടെ മേൽ വ്യാപരിക്കട്ടെ. ഞങ്ങൾക്ക് ശേഷവർ ഈ ജീവന്റെ വനമായി എഴുന്നേറ്റ് നിൽക്കട്ടെ കർത്താവേ. ഇവിടെ ആയിരിക്കുന്ന എല്ലാ തലമുറയും സന്താനങ്ങൾ ഏൽപ്പിക്കും. ദുഷ്ടന്റെ ചെങ്കോൽ നീതിമാന്റെ അവകാശം ഇരിക്കില്ല. ഞങ്ങളുടെ മേലോ ഞങ്ങളുടെ സന്താനത്തിന്മേലോ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിപ്പാൻ പാടില്ല കർത്താവേ. ഒരു മനുഷ്യയുടെ അപ്പൻ്റെ അമ്മയുടെ കണ്ണുനീർ 55 വർഷം ദുഷ്ടത ചെയ്തവനെ മടക്കി വരുത്തിയെങ്കിൽ സൺ ഓഫ് മെനി ടീയേഴ്സ് cannot be lost. ഞങ്ങളുടെ സന്താനങ്ങൾ നഷ്ടപ്പെടാൻ പാടില്ല. രക്തക്കോട്ടയിൽ അവർ മറയപ്പെടട്ടെ. ദൈവീയ അഭിഷേകങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ഇപ്പോൾ ദൈവശക്തിയാൽ അവർ നിറയട്ടെ കർത്താവേ. ഞങ്ങളുടെ തലമുറ എവിടൊക്കെയോ അവിടൊക്കെ ദൈവശക്തി വെളിപ്പെടട്ടെ. നിന്റെ കരവരെ തൊടുന്നോർത്ത് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ അല്പസമയം കരം അടിച്ചു തുടങ്ങിയാട്ട്, വാ തുറന്നാട്ട്, ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചാട്ട്. എല്ലാവരും ദൈവത്തെ ആരാധിച്ച